സോ ഹലോ ഗൈസ്, നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ വലിയൊരു പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതെന്താണ്, അത് എന്തിനെ പറ്റിയാണ് നടക്കുന്നത്, അതിന്റെ മൂല കാരണം എന്താണെന്നൊന്നും അറിയാത്തവർക്ക് വേണ്ടി അതെന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇത് എവിടെ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മെയ് 3 നമ്മുടെ നീറ്റ് UG എക്സാം നടന്നു കഴിയാണ്. ഓക്കെ, അത് നടന്നതിന് ശേഷം ഒരു 2-3 ദിവസം കഴിഞ്ഞ് ഒരു കെമിസ്ട്രി അധ്യാപകന് ശശികാന്ത് സുത്താർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സോ അദ്ദേഹത്തിന് ഒരു ഗസ്റ്റ് പേപ്പർ കിട്ടാണ്. ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റ് UG ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് ഇത് താരതമ്യം ചെയ്ത് നോക്കുകയാണ്. സോ നോക്കിയപ്പോൾ ആൾക്ക് എന്താ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പകുതി ക്വസ്റ്റ്യൻസും ഒരേപോലെയാണ് വന്നേക്കുന്നത്. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ് 7 അതായത് ഇദ്ദേഹം പരാതി കൊടുക്കുന്നത് മെയ് 7 ആണ്. അതായത് NTA-ക്കും കേന്ദ്ര ഏജൻസികൾക്കും പോയിട്ട് അദ്ദേഹം കൊണ്ടേ പരാതി കൊടുക്കുകയാണ്. അന്വേഷണത്തിന്റെ ഫലമായി എത്തിയത് നീറ്റ് UG 2026 എക്സാം റദ്ദാക്കുകയാണ്. എന്തായി, എക്സാം ക്യാൻസൽ ചെയ്തു. 22 ലക്ഷം, അതായത് 22 ലക്ഷം സ്റ്റുഡൻസ് എന്ത് ചെയ്തു, എക്സാം പിന്നെയും എഴുതേണ്ടതായിട്ട് വന്നു. അങ്ങനെ മാനസിക സമ്മർദ്ദം സഹിക്കാൻ പറ്റാതെ 12-ലധികം പേരാണ് സൂസൈഡ് ചെയ്തത്. ഇതിന് പിന്നാലെയാണ് രാജ്യത്തിലെ വിവിധ സ്ഥലത്തു നിന്നുള്ള സ്റ്റുഡൻസ് എല്ലാവരും കൂടി പ്രൊട്ടസ്റ്റ് നടത്താൻ തുടങ്ങി. ഈ പ്രൊട്ടസ്റ്റിനെതിരെ സ്റ്റുഡൻസ് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയവർക്കെതിരെ നടപടി എടുക്കുക, എക്സാം റീഫോം ചെയ്യുക എന്നുള്ളതായിരുന്നു. അതായത് UG PG ഹയർ സ്റ്റഡീസ് നോക്കുന്നവർക്ക് എക്സാം എഴുതുന്ന സമയത്ത് കുറെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഇപ്പൊ നടക്കുന്ന ഈ ഒരു എക്സാം സ്ട്രക്ചർ മാറ്റി ഒന്നുകൂടി റീഫോം ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം എന്താ നടന്നത് വെച്ച് കഴിഞ്ഞാൽ ജൂൺ 28 വിദ്യാഭ്യാസ പ്രവർത്തകനായ സോനം വാങ്ചുക് എന്ന് പറയുന്ന ഇദ്ദേഹം വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജന്തർ ബന്ദറിലെ, അതായത് ഡൽഹിയിലെ ജന്തർ ബന്ദറില് അദ്ദേഹം നിരാഹാര സമരം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഇതിന് സപ്പോർട്ടായിട്ട് CJP സംഘങ്ങൾ വരികയും അവരുടെ പ്രതിഷേധം ശക്തമാക്കുകയും ചെയ്തു. CJP പാർട്ടികൾ മുന്നോട്ട് വെച്ച പ്രധാന കാര്യം എന്താണ്, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെക്കുക, നീറ്റ് എക്സാം ക്യാൻസൽ ചെയ്തതിനെ തുടർന്ന് മരണപ്പെട്ട സ്റ്റുഡൻസിനും സ്റ്റുഡൻസിന്റെ കുടുംബങ്ങൾക്കും 1 കോടി രൂപ ധനസഹായം നൽകുക എന്നതായിരുന്നു. ഇതിനുശേഷം എന്താ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെന്റിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി സൻസദ് ചലോ എന്ന് പറയുന്ന ഒരു മാർച്ച് പ്രഖ്യാപിക്കുകയും അത് ഡൽഹി പോലീസ് തടയുകയും അതിൽ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതാണ് ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇതൊക്കെയാണ് ഇപ്പൊ അവിടെ നടക്കുന്നത്. ഈ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ചെറിയൊരു പ്രതിഷേധമല്ല. അതിൽ ജീവിക്കുന്ന ഓരോ സ്റ്റുഡൻസിന്റെയും ഭാവി വെച്ചാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണു തുറന്ന് കാണേണ്ടവരാരും കണ്ണ് തുറക്കാൻ ശ്രമിക്കുന്നില്ല. കണ്ണ് തുറക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞേ പറ്റൂ, കേൾക്കേണ്ടവർക്ക് കേൾപ്പിച്ചേ പറ്റൂ.